ഞാൻ 7 പെറ്റു, പെറുന്നതുവരെ ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ മുഖം കണ്ടിട്ടില്ല എന്ന് പണ്ടൊരു അമ്മച്ചി പറഞ്ഞു. അതുപോലെയാണ് ഞാനിന്നിവിടെ പറയുന്ന വിഷയം. നമ്മൾ കിന്നാരത്തുമ്പി, ആദ്യഭാവം, ഡ്രൈവിംഗ് സ്കൂള്, എൻ്റെ ട്യൂഷൻ ടീച്ചർ, വാസരശയ്യ, നെടുവീർപ്പ്, ടീനേജ് ലവ് എന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് മലയാള സിനിമയെ രക്ഷിച്ച മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പടങ്ങളൊക്കെ കളക്ഷൻ ഉണ്ടാക്കി വമ്പം വിജയങ്ങളുണ്ടാക്കിയ ഷക്കീലയുടെ ഒരു തരംഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയ പടങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. എൻ്റെ സുഹൃത്തായ RJ പ്രസാദാണ് കിന്നാരത്തുമ്പി സംവിധാനം ചെയ്തത്. പലവട്ടം RJ പ്രസാദിനോട് പറഞ്ഞു, ദിനേശ് അതൊരു കമ്പിപ്പടമല്ല, നിങ്ങളൊന്ന് കാണ്, ഞാൻ എങ്ങനെ വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. എനിക്ക് ഈ കിന്നാരത്തുമ്പിയിൽ ടിക്കറ്റ് എടുക്കാൻ പോയി തിയേറ്ററിൽ കയറാനൊരു ചമ്മൽ. കാരണം നമ്മളെ പരിചയക്കാരും കാണുമ്പോൾ എടാ ദിനേശ നീയും കിന്നാരത്തുമ്പി കാണാൻ വന്നോ എന്ന് ചോദിക്കുമെന്നൊരു ചമ്മൽ. അതുകൊണ്ട് ഞാനത് കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിരിക്കുമ്പോഴേ എൻ്റെ ബന്ധത്തിൽപ്പെട്ട എന്നെക്കാൾ പ്രായം കുറഞ്ഞ ആരെങ്കിലും ആ തിയേറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അതും കൂടെ പേടി കൊണ്ടാണ്. കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ ഈ ഒരു കമ്പിപ്പടവും കണ്ടിട്ടില്ല. അതുപോലെ നമ്മുടെ ഡിജിറ്റൽ യുഗം ആരംഭിച്ചപ്പോൾ വെബ്സൈറ്റുകളും യൂട്യൂബുകളും എന്താ പറയുക വാട്സാപ്പുകളും ഒക്കെ ആയിട്ട് ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് ഒരുപാട് വരികയാണല്ലോ. അപ്പോൾ വെബ് സീരിയലുകൾ എന്ന് പറഞ്ഞ് സെൻസർ ചെയ്യേണ്ട വെബ് സീരിയൽ എന്നുള്ള പേരിൽ എന്തും എടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി സംവിധാനം ചെയ്ത പാൽപ്പായസം, ലേഡീസ് ഹോസ്റ്റല്, വെനസ്ഡേ, സെലിൻ്റെ ട്യൂഷൻ ക്ലാസ്, ദ ഹോട്ട് സ്റ്റോറി, റൂം നമ്പർ 222 എന്നൊക്കെ പറഞ്ഞിട്ട് 6-7 വെബ് സീരിയലുകളെന്ന് പറയുമ്പോൾ നമുക്കൊരു മിനിമം ഒരു 10 എപ്പിസോഡെങ്കിലും വേണ്ടി. ഇത് സീരിയലുകളെന്ന് പേരേ ഉള്ളൂ, വെബ് സീരിയലെന്ന് പേരേ ഉള്ളൂ. 1 എപ്പിസോഡ് 2 എപ്പിസോഡൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ ആദ്യമായി സിനിമ തുടങ്ങിയ എൻ്റെ ഗുരുനാഥൻ്റെ ശിക്ഷയായിരുന്നു. ഇപ്പോൾ ഒരു ഫാഷനാണല്ലോ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ പെമ്പിള്ളേരെ വച്ചില്ലെങ്കിൽ ഈ ഡയറക്ടർക്ക് ഒരു കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സംവിധായകരും അവരുടെ ശിഷ്യഗണങ്ങളായിട്ട് പെൺകുട്ടികളെയാണ് കൂട്ടുന്നത്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇന്ന പെൺകുട്ടിയാണെന്ന് പറയുന്നതിൻ്റെ ഒരു ജാടയ്ക്കായിരിക്കാം, എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും പെമ്പിള്ളേരെയാണ് ഇപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വയ്ക്കാൻ സംവിധായകന്മാർക്ക് ഇഷ്ടം. അങ്ങനെ എന്താ പറയുക, എനിക്ക് ആദ്യമായിട്ട് ക്ലാപ്പെടുത്തു തന്ന എൻ്റെ ഗുരുനാഥനും ഇപ്പം പെമ്പിള്ളേരെയാണ് വയ്ക്കുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഈ പാൽപ്പായസമൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്നത്. സുഹൃതമൊക്കെ ചെയ്ത ഹരികുമാർ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ശിഷ്യയാണ് പാൽപ്പായസവും റൂം നമ്പർ 222 ലേഡീസ് ഹോസ്റ്റലും ഒക്കെ ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് പുച്ഛം തോന്നി എൻ്റെ ഗുരുനാഥനോട്. കാരണം അദ്ദേഹം ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് തിരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഹരികുമാറിൻ്റെ വലിയ അഭിമാനത്തോടെയാണ് ആ കുറിച്ച് പറയുന്നത്. ഞാൻ ഹരികുമാറിൻ്റെ അസിസ്റ്റൻ്റാണ്. ക്ലിൻ്റൊക്കെയാണ് ഞാൻ ചെയ്ത അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത പടം. അതിൽ ഫോട്ടോയൊക്കെ കിടപ്പുണ്ട്. ക്ലിൻ്റിൻ്റെ അമ്മയുമായിട്ട് നിൽക്കുന്ന, അച്ഛനുമായിട്ട് നിൽക്കുന്നത്, ഉണ്ണി മൂന്തനായിട്ട് നിൽക്കുന്നത്, അങ്ങനെ പറയാൻ തുടങ്ങി ഒരുപാട് പറയാനുണ്ട്. കാരണം അമ്മയുടെ ഏതോ ഒരു മീറ്റിങ്ങിന് പോയിട്ട് ഈ കൊച്ച് മറ്റേ തലയിൽ കണ്ണട വയ്ക്കുന്ന സംഘടനയെ പോലെ ഈ കൊച്ചും തലയിലൊരു കണ്ണടയൊക്കെ വെച്ച് അല്പം ഒരു ബുദ്ധിജീവി ഇമേജിൽ ആ അമ്മയുടെ മീറ്റിങ്ങിന് വന്ന ആരൊക്കെ ഉണ്ടോ സകലമാന പേരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർക്ക് പെട്ടെന്ന് തോന്നും, അയ്യോ മലയാള സിനിമ മുഴുവൻ അടക്കിവാണ രാജ്ഞിയാണോ ഇതിൻ്റെ സംവിധായക എന്ന് തോന്നാം. പക്ഷേ ദോഷം പറയാൻ പറ്റില്ല, വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. തുണി കൊടുക്കാതെയാണ് എടുത്തിരിക്കുന്നതെങ്കിലും തുണി കൊടുക്കാത്തത് തന്നെ വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സെക്സ് ആയിട്ട് വരുന്ന ഇതൊക്കെ കണ്ടാൽ ഭയങ്കര അരോചകമായിരിക്കില്ല. ഇത് അങ്ങനെയൊന്നുമില്ല, തുണിയും മണിയൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ നല്ല രസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ അവളെ സമ്മതിക്കണം എന്തായാലും. എനിക്കാണെങ്കിലോ ഞാൻ ഈ വെബ് സീരിയലൊന്നും കാണുന്ന ആളല്ല. നമ്മൾ ഈ യൂട്യൂബൊക്കെ നടത്തുന്നുവെങ്കിലും ഞാനിതിലൊരു വലിയ എക്സ്പെർട്ടല്ല. എനിക്ക് അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന് സമയമില്ല. പക്ഷേ നമ്മളെ തേടി വരുന്ന ക്ലിപ്പിങ്സുകൾ മുഴുവൻ ഈ തുണിയും മണിയും കൊടുക്കാത്തതാണ്. അപ്പോൾ എനിക്കൊരു ദിവസം ഒരു പിക്ചർ പരിചയം വേണ്ടല്ലോ നമുക്ക് അയച്ചു തരാൻ. ആദ്യമായിട്ട് എനിക്കൊരു സാധനം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് ഒരു വാഴത്തോട്ടത്തിൽ ഒരു താടിക്കാരൻ ചെറുക്കനും ഒരു ഓഞ്ഞ പെണ്ണ് നിൽക്കുന്നു. അവൻ വളരെ കൂളായിട്ട് അവളുടെ ഡ്രസ്സ് മുഴുവൻ അഴിച്ചു മാറ്റുന്നു. അവളാണെങ്കിൽ ഒരു ഊരിക്കോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. പിന്നെ കാണുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പട്ടപ്പകൽ ഈ വയലിൽ എങ്ങനെ ഇത് ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഞാനും കുറേ കാലം കൃഷി ചെയ്തിരുന്ന ആളാണ്. നമ്മൾ വാഴയൊക്കെ നട്ടിരുന്നാൽ വാഴപ്പണയ്ക്ക് അകത്ത് കയറി ചവിട്ടാൻ പോലും ആരും സമ്മതിക്കില്ല. ആരെങ്കിലും പരിചയമില്ലാത്തവർ വാഴപ്പണയുടെ അടുത്തോടെ നിൽക്കണമെങ്കിൽ എന്താ ഇവിടെ എന്ന് ചോദിക്കും. കാരണം കൊല മോഷ്ടിക്കാൻ വന്നെന്ന് വിചാരിച്ചിട്ട്. ഇതെങ്ങനെ പട്ടാപ്പകൽ ഷൂട്ട് ചെയ്ത് ഈ പെൺകുട്ടിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. തുണിയും മണിയും ഇല്ലാതെ ഒരു പെണ്ണിനെ അവൾ ഉടുത്തിരുന്ന ഒരു മുണ്ടും നേരിയതെടുത്ത് തറയിൽ വിരിച്ചിട്ട് അതിൻ്റെ പുറത്തിട്ട് അവളെ ഉപയോഗിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. അവനും നൂൽബന്ധമില്ല, അവൾക്കുമില്ല.
എന്നിട്ട് പറയുന്നത് 18+ എന്നാണ് പറഞ്ഞത്. അതായത് 80% സെക്സേ കാണിച്ചിട്ടുള്ളൂ. അവൻ്റെ ബാക്ക് കാണിക്കുമ്പോൾ ഫ്രണ്ട് കാണിക്കുന്നില്ല, അപ്പോൾ 80. അവൻ്റെ ഫ്രണ്ട് കാണിക്കുമ്പോൾ ബാക്കില്ലല്ലോ, 80. അവളെ ഫ്രണ്ട് കാണിക്കുമ്പോൾ ബാക്കില്ല, 80. നിയമങ്ങളെ എങ്ങനെയെല്ലാം വളച്ചൊടിക്കാൻ നിങ്ങൾ ആലോചിച്ചു. ഇങ്ങനെ കുറേ ക്ലിപ്പിക്സ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെന്താ ഈ വാഴത്തോട്ടത്തിൽ ഇങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് 2 സ്ത്രീകൾ വരമ്പേ നടന്നു വന്നിട്ട് ഇവരുടെ ഭോഗാവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് കണ്ണൊക്കെ തള്ളി ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് തിരിച്ചു പോകണം. അപ്പോഴും ഞാൻ ആലോചിച്ചു, ഇത് സിനിമയാണോ അതോ രഹസ്യമായി ഇങ്ങനെ ചെയ്യുന്നത് വേറൊരുത്ത ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണോ എന്നൊക്കെ ഞാൻ സംശയിച്ചു. പിന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് കിട്ടുന്നത്. ഇത് പാൽപ്പായസത്തിൽ എന്ന് പറഞ്ഞ ഈ പറയുന്ന എന്തോ ആ കൊച്ചു സംവിധാനം ചെയ്തിരിക്കുന്ന വെബ് സീരിയലിൻ്റെ 2ാം ഭാഗമാണ് കണ്ടത്. അത് യൂട്യൂബിലില്ല. അത് അല്ല, ഇതിലേ ഉള്ളൂ, വെബിലേ ഉള്ളൂ. പൈസ കൊടുത്തെടുത്താൽ മാത്രമേ അത് കാണാൻ പറ്റൂ. 1ാം ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് മാത്രം, അതായത് വാഴപ്പണി ചെന്ന് തുണി അഴിക്കാൻ തുടങ്ങുന്നിടത്ത് യൂട്യൂബിൽ തീരും. അപ്പോൾ ഈ കാണുന്ന പിള്ളേരെല്ലാം ഓടുമല്ലോ, അയ്യോ ഇതിൻ്റെ ബാക്കി ഇനി എങ്ങനെ കാണണം, എടാ അത് പൈസ അടച്ച് മറ്റേ വെബിൽ കാണുക എന്ന് പറയുമ്പോൾ OTT പോയി കാണും. അങ്ങനെ എനിക്ക് തോന്നുന്നു കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കാണും ആ കൊച്ച്, ആ പെൺകൊച്ച്. അവൾ ബുദ്ധിയുള്ളവള, എന്തായാലും വൃത്തിയായിട്ട് എടുക്കാനും അറിയാം. പക്ഷേ അവൾക്ക് നല്ലത് എടുക്കാൻ അറിയില്ല എന്ന് തെളിയിച്ചു. കാരണം അവൾക്ക് ഈ തുണിയും മണിയും ഇല്ലാത്തതേ എടുക്കാൻ അറിയാവും. അതിനുവേണ്ടി പോയി കിടന്നു കൊടുക്കാനും, കിടന്ന ശേഷം വന്ന് നിന്ന് കരഞ്ഞുകൊണ്ട് സംസാരിക്കും. നായകനും കരയുന്നു, നായികയും കരയുന്നു. നായകൻ പറയണ എൻ്റെ അനിയൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ വരല്ലോ. എടാ, സ്വന്തം ജ്യേഷ്ഠൻ തുണി ഒരു നൂൽ ബന്ധമില്ലാതെ പിറന്ന പടി ഒരു പെണ്ണിൻ്റെ പുറത്ത് കിടന്നാൽ പിന്നെ വീട്ടിൽ വരാൻ പറയുമോ? ആത്മാഭിമാനമുള്ള അനിയനാണെങ്കിൽ പറയില്ല. അതുപോലെ പെണ്ണ് പറയാണ്, എന്നോട് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരുന്നത്, മുഖം ബ്ലർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് ബ്ലറും ഒന്നുമില്ല, അങ്ങ് കിടക്കുകയാണ്, മനസ്സിലായില്ലേ? എന്തായാലും ഭയങ്കര രസമാണ്. അപ്പോൾ ഈ പാൽപ്പായസം തുടങ്ങുന്നത് ഭയങ്കര രസം. ഒരു ഓണപ്പാട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. 725K വ്യൂവേഴ്സാണ് യൂട്യൂബിൽ കണ്ടിരിക്കുന്നത്. ആലോചിക്കുക, എത്ര ആയിരം രൂപ കിട്ടിക്കൊള്ളുന്നു. 725K എന്ന് പറയുമ്പോൾ 7,25,000 പേര്. 7,25,000 പേര് ഒരു മാസം കൊണ്ട് പാൽപ്പായസം കണ്ടു. 26.8K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 26,800 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബാണ് ഈ പറയുന്ന പാൽപ്പായസം. തിരുവാതിര ഒത്തുകളിക്കാം തന്നെ, തിരുമുറ്റത്ത് ഊഞ്ഞാലാടാം, മുക്കുറ്റി പൂക്കുട ചൂടി, മലനാടിനെ വരവേൽക്കാം എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതൊക്കെ നന്നായിട്ട് നല്ല പാട്ടാണ്, നല്ല ഓണപ്പാട്ടാണ്. ആ പാട്ടിൽ എന്താ പറയുക, നായിക ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് വീട്ടിൽ വന്ന് ഇറങ്ങുന്നു, വീട്ടിലേക്ക് കയറിപ്പോകുന്നു. അവിടെ ഓണത്തിൻ്റെ പൂ കെട്ടലും അതും ഇതുമൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ വിശാലമായി കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, പൂക്കളം ഇടാൻ കുറേ പെണ്ണുങ്ങളെ കൂടെ സഹായിക്കുന്നു. അതിനിടയിൽ ഒരു മൂപ്പിലാൻ കുപ്പി വാങ്ങിക്കാനായിട്ട് കാശ് ഒരു മൂപ്പിലാൻ വേറെ തന്നെ കൊടുത്തു വിടുന്നു. പുലികളി ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്, ചെണ്ടയടി, കൈകൊട്ടിക്കളി എല്ലാം ഉണ്ട്. അങ്ങനെ തിരുവോണ സദ്യ വിളമ്പുന്നു, അത് കഴിക്കുന്ന സീനുണ്ട്. അതിനിടയിൽ തിരുവാതിരയുണ്ട്. മൂപ്പിലന്മാർ വീടിൻ്റെ ഒരു മൂലയിൽ പോയിരുന്ന് വെള്ളം അടിക്കുന്നു, കപ്പലണ്ടി കുറയ്ക്കുന്നു. അതിനിടയിൽ ഈ വീട്ടുടമസ്ഥൻ്റെ മോൻ അടുത്തേക്ക് വരുന്നതിലെ നായകൻ അവനും ഒഴിച്ചു കൊടുക്കുന്നു, അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുന്നു. മോൻ നല്ല സംസ്കാരമാണ്, മോൻ കുടിക്കുന്നു. അത് കഴിഞ്ഞ് 3 പെമ്പിളരും 3 ആമ്പിളരും കൂടി ഒരു വയൽവക്കത്തുള്ള ഒരു കലിക്ക് പോയിരിക്കുന്നു. എന്നിട്ട് 6 പേരും കൂടെ വെള്ളം അടിക്കുന്നു. ഓണം ആഘോഷിക്കുകയാണ്, മനസ്സിലായില്ലേ? ഒരു സംസ്കാരം പോണം, പോക്ക് നോക്കിയുള്ളൂ നമ്മളെ നാടിനെ. 6 പേരും കൂടെ വെള്ളം അടിച്ച് ഒരു പരിവാകുമ്പോൾ ഈ പറഞ്ഞ നായകൻ പയ്യനും ഈ ഓഞ്ഞ പെണ്ണും കൂടി അവിടെ നിന്ന് എണീറ്റ് നടന്നു പോകും. ആ നടന്നു പോയി കഴിയുമ്പോഴുള്ള ബാക്കിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാഴത്തോട്ടത്തിനകത്തുള്ള നൂൽ ബന്ധമില്ലാത്തുള്ള സംസർഗം. ഇത്രയും ആവുമ്പോഴാണ് വെബ് സീരിയൽ. ഒരു എപ്പിസോഡേ ഉള്ളൂ. ഇതെങ്ങനെ സീരിയലാവുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഈ സംവിധായികയുടെ ബയോഡേറ്റ ഒന്ന് എന്തൊക്കെ ഉണ്ട് എന്നറിയാം. ഹരികുമാർ മാത്രമേ ഉള്ളൂ എന്ന് നോക്കാനായിട്ട് നോക്കുമ്പോൾ ഇതൊന്ന് സ്വാമി ചന്ദ്രദീപ്ത, ഗാന്ധിജി, APJ അബ്ദുൽ കലാം, പിണറായി വിജയൻ, ഇവരുടെയൊക്കെ പോസ്റ്റുകളുണ്ട് അതിൽ. അപ്പോൾ ഒരു രാഷ്ട്രീയ പിൻബലം ആ കൊച്ചിനുണ്ട് എന്ന് പിണറായി വിജയൻ്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയോ ഫോട്ടോകൾ ഇട്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ആ കുട്ടി ആരൊക്കെ ആയിരുന്നു, എന്തൊക്കെ ആയിരുന്നു എന്ന് നോക്കിയപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈനിൽ 100 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു പരിപാടി പുള്ളി ചെയ്തിരുന്നു. 1 മാസം ജീവിക്കാനുള്ള തുകയാണ് ശമ്പളം, അല്ല തുകയ്ക്ക് എമൗണ്ട് ഇല്ല ഇത്രയെന്ന്. 1 മാസം ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കും. പിന്നെ ഹ്യൂമൻ റൈറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ അതിലംഗമാണ്. NSC വനിതാ പ്രസിഡൻ്റാണ്. പിന്നെ ദുരിതാശ്വാസത്തിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി ദീപ്ത എന്നാണ് സംവിധായകയുടെ പേര് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആര്യനന്ദ ക്രിയേഷൻസ് എന്നാണ് ബാനറിൻ്റെ പേര്. പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഈ ലക്ഷ്മി ദീപ്ത. പിന്നെ റേക്കി മാസ്റ്ററാണ്, മലയാള സിനിമയിലെ നിർമ്മാതാവാണ്,
മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഡയറക്ടറായിട്ടും തിരക്കഥാകൃത്തുമായിട്ട് പ്രവർത്തിക്കുന്നു. ഏത് പടം ഡയറക്റ്റ് ചെയ്ത് ഏത് പടം തിരക്കഥ എഴുതിയെന്ന് എനിക്കറിയില്ല. പിന്നെ ദുബായിലാണ് താമസം. പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു അനീഷാണ് കൂടെ സഹായിക്കുന്നത്. 90% ന്യൂഡിറ്റി ഉള്ള സിനിമയാണ് ഞങ്ങൾ എടുക്കുന്നതെന്ന് ആണായാലും പെണ്ണായാലും വരുന്നവരോട് പറയും. എഗ്രിമെൻ്റ് വയ്ക്കുമ്പോൾ തന്നെ അത് പറഞ്ഞാണ് ഈ ന്യൂഡിറ്റി പറഞ്ഞാണ് വയ്ക്കുന്നതെന്നാണ് പറയുന്നത്. ആദിത്യൻ, സച്ചിൻ, വൈഗ എന്നൊക്കെ പറഞ്ഞ് ഒരു താടിക്കാരൻ പയ്യനും 2 പെമ്പിളരും കൂടെ വന്നിരുന്ന് ഇവരെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പെമ്പിളരും ഈ ആദിത്യ എന്ന് പറഞ്ഞ പയ്യനെ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. ഒരു ജിമ്മിലൊക്കെ പോയി നല്ല തടിച്ച ഒരു പയ്യനാണ്. ഈ ബ്ലൂ ഫിലിം എടുക്കാൻ പറ്റിയ ആളാണ്. അപ്പോൾ അവൻ പറയുന്നത് എനിക്കിതൊക്കെ ഒരു തമാശയാണ്. എനിക്ക് 25 വയസ്സേ ഉള്ളൂ. ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ ചെയ്യാനുള്ളത്, അത് തുണി കൊടുക്കാതെ അഭിനയിക്കാനുള്ളത്. എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞാൻ ഈ തുണി കൊടുക്കാതെ അഭിനയിക്കുന്നതിൽ.